എന്തുകൊണ്ടാണ് ഇപ്പം അയർലൻഡ് വളരെ ട്രെൻഡിങ് ആയിട്ട് കുട്ടികളുടെ ഇടയിൽ വന്നിരിക്കുന്നതിന് കാരണം? വിദ്യാർത്ഥികൾ ഇന്ന് അയർലൻഡിനെ അവരുടെ വളരെ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനായിട്ട് കണക്കിലെടുക്കാൻ കാരണം. ഇന്ന് സംസാരിക്കുന്നത് അയർലൻഡിനെ കുറിച്ചിട്ടാണ്. അയർലൻഡിലെ സ്റ്റഡി ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് കുട്ടികൾ അയർലൻഡ് തിരഞ്ഞെടുക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അയർലൻഡിൽ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും പോകാനുള്ള നിരവധി സ്റ്റഡി ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണമെങ്കിൽ 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് പോകാം, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് പോകാം. ഡിഗ്രി ഇവിടുന്ന് കഴിഞ്ഞിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അവിടെയുള്ള മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് പോകാം. അപ്പോൾ മാസ്റ്റേഴ്സ് കോഴ്സുകൾക്ക് പൊതുവേ 1 ഇയർ മാസ്റ്റേഴ്സ് ധാരാളം ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല അയർലൻഡിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയാസിന്റെ സ്റ്റഡീസ് ഏതിലൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോഗ്രാംസും ഉണ്ട്. അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും വരുന്നുണ്ട്, മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന മറ്റൊരു മേജർ സ്റ്റഡി ഏരിയാസ് എന്ന് പറയുന്നതിലൊന്ന് നേഴ്സിംഗ് ആണ്. ഇന്ത്യയിൽ നിന്നും നേഴ്സിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്ലേസ്മെന്റ് ഓപ്ഷനാണ് അവർക്ക് ഓപ്പൺ ആയി കിട്ടുന്നത്. അതുപോലെ ഇന്ത്യയിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവിടെയുള്ള മാസ്റ്റേഴ്സ് നേഴ്സിംഗിന് പോകാനായിട്ടും വളരെയധികം യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ വളരെയധികം എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട് ഉള്ള മറ്റൊരു ഏരിയ ആണ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഇന്ത്യയിൽ നിന്നും +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ ഫാർമസി റിലേറ്റഡിന്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ നിന്നും ഫാർമസിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ലൈക്ക് ഇപ്പോൾ DPharm FarmD ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവിടെയുള്ള മാസ്റ്റേഴ്സ് ലെവൽ ഫാർമസി കോഴ്സുകൾക്കും പോകാൻ സാധിക്കും. മാത്രമല്ല അയർലൻഡിലുള്ള നിരവധി യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സുമായിട്ട് കാണുമ്പോൾ അവർ പറയുന്നതും ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന 3 ഏരിയാസിലാണ് അവർ പഠിക്കാനായിട്ട് അവിടെ വരുന്നതെങ്കിൽ കോഴ്സ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റിനുള്ള സാധ്യതയാണ് കിട്ടുന്നത്. ഇതിൽ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ട്യൂഷൻ ഫീസിനെ കുറിച്ചാണ്. ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാംസിന് പോവുകയാണെങ്കിൽ ഒരു 10,000 euro തൊട്ട് ഒരു 14,000 15,000 euro വരെയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് എക്സ്പെൻസ് വരുന്നത്. ഇതുകൂടാതെ ഒരു കൊല്ലത്തെ ഫുഡിനും അക്കോമഡേഷനുമായിട്ട് വേറൊരു 10,000 euro അടുത്തുള്ള ഒരു ഫണ്ടും അവർക്ക് ഉണ്ടായിരിക്കണം. അതേസമയം മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 12,000 തൊട്ട് 18,000 വരെയുള്ള യൂറോ ആണ് അവർക്ക് ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത്. പ്ലസ് അവർക്കും ഫുഡിനും അക്കോമഡേഷനുമുള്ള അഡീഷണൽ ഫണ്ട് അവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ അഡ്മിഷൻ റിക്വയർമെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ +2 ഒരു 65% തൊട്ടൊരു 75% മാർക്ക് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അഡ്മിഷന്റെ കാര്യത്തിൽ വളരെ ഈസിയർ ആയിരിക്കും. സെയിം തന്നെയായിരിക്കും ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് നോക്കുമ്പോഴും. ഇതുകൂടാതെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി നമുക്കുണ്ട് ആവശ്യത്തിന് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെസ്റ്റിന്റെ സ്കോറുകളും വേണം. കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ റിക്വയർമെന്റ് ഭാഗത്ത് ലാംഗ്വേജിൽ അവർക്ക് എത്രയാണ് പ്രൊഫഷ്യൻസി ഓരോ ടെസ്റ്റിന്റെ സ്കോറിനും അനുസരിച്ച് വേണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അയർലൻഡിൽ ധാരാളം സ്കോളർഷിപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ പഠിച്ചിരിക്കുന്ന കോഴ്സുകളുടെ മാർക്കും അതിന് കിട്ടിയിരിക്കുന്ന ഗ്രേഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഈവൻ IELTS സ്കോർ പോലും പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം അയർലൻഡ് വളരെ ട്രെൻഡിങ് ആയിട്ട് വിദേശ വിദ്യാഭ്യാസത്തിന് നോക്കുന്ന കുട്ടികളുടെ ഇടയിൽ വന്നിരിക്കുന്നതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ, ഒന്ന് യൂറോപ്പിലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. പിന്നെ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കോഴ്സ് കഴിഞ്ഞാലാണെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടുന്നതിനും വലിയ കടമ്പകളൊന്നും തന്നെ ഇല്ല. ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എഡ്യൂക്കേഷന്റെ പാർട്ടിൽ പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് അയർലൻഡിനെ അവരുടെ വളരെ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷൻ ആയിട്ട് കണക്കിലെടുക്കാൻ കാരണം. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിന്റെയും കാര്യം നോക്കുകയാണെങ്കിൽ അയർലൻഡ് എന്ന് പറഞ്ഞ യൂറോപ്പിലെ വളരെ സ്ട്രോങ് എക്കോണമി ഉള്ള കൺട്രികളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാം ബെനിഫിറ്റ്സ് അവർക്ക് പലതരത്തിൽ അവിടുന്ന് കിട്ടുന്നുണ്ടാവും. വിസ സക്സസും കൂടെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം 90% എബോവ് ആണ് ഫെയർ ഫ്യൂച്ചറിൽ നിന്നും അയർലൻഡിലേക്ക് പഠിക്കാനായിട്ട് പോയ കുട്ടികൾക്കുള്ള വിസ സക്സസ് റേറ്റ്. മാത്രമല്ല മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ള കാര്യത്തിൽ അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടൊരു പ്രോസസ്സും മറ്റും അയർലൻഡിൽ ഇപ്പോൾ ഇല്ല. നമുക്ക് ക്വിക്കായിട്ടൊരു ഡിസിഷൻ അറിയാൻ പറ്റും. വിസ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും വളരെ ലിബറലൈസ്ഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വിസ സക്സസ് റേറ്റ് ആണ് അയർലൻഡിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നിലവിൽ ഇപ്പോൾ കണ്ടുവരുന്നത്.